എഫിന്റെ ലീഡ് നോക്കൂ 13,274. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർക്ക് ഉണ്ടാകുമോ എന്നതാണ്. 2,270 വോട്ടിന്റെ ലീഡുണ്ട് സന്ദീപ് വാര്യർക്ക് തൃക്കരിപ്പൂരിൽ. തൃത്താലയിൽ VT ബൽറാം 7,207 വോട്ടുകൾക്കാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ മന്ത്രി എം പി രാജേഷിന് തോൽവി പിണയുകയാണ്. കടുത്തുരുത്തിയിൽ 23,815 വോട്ടിന്റെ മേൽക്കൈയാണ് മോൻസ് ജോസഫ് അവിടെ നേടിയിട്ടുള്ളത്. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയും 20,000 മുകളിൽ, വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിൻ്റെത് ഇപ്പോൾ 600-ൽ അധികം എന്ന നിലയിലേക്ക് ആണ്. KK രമ 12,979 വോട്ട് എന്നതാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് ഇപ്പോൾ 2,000 എന്ന നിലയിലേക്ക് താഴ്ന്നിട്ടുണ്ട്. നേരത്തെ അത് 4,000 എന്ന നിലയിലായിരുന്നു. അപ്പോൾ ഇഞ്ചോടിഞ്ച് വീണ്ടും എന്നതാണ് കാണാൻ സാധിക്കുന്നത്. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് ന്യൂനപക്ഷ മേഖലയിലേക്ക് കൗണ്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രതിഫലനം എന്ന് നമുക്ക് കരുതാം. ഒരു കാര്യം അഭിലാഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തായാലും UDF മിനിസ്ട്രി എന്ന് നമ്മൾ ഉറപ്പിച്ചല്ലോ. അങ്ങനെയെങ്കിൽ ആദ്യ മന്ത്രിസഭയിലെ എന്ത് തീരുമാനമെന്ന വലിയ കൗതുകം ഉയർത്തുന്ന, ആകാംക്ഷ ഉയർത്തുന്ന ചോദ്യങ്ങളുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം ആദ്യ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ, മറ്റെന്തൊക്കെ കാത്തിരിപ്പുകളുണ്ട്? വിദ്യാർത്ഥിനികൾക്ക് 1,000 രൂപയുടെ സ്കോളർഷിപ്പ് എന്ന പ്രഖ്യാപനം ഉണ്ടാകുമോ? KK രമ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നു. KK രമ ഒരിക്കൽ കൂടി വിജയക്കൊടി പാറിച്ചിരിക്കുന്നു. വടകരയിൽ നിന്ന് KK രമയാണ് അവിടുത്തെ അജയിയായ പോരാളി എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി വ്യക്തമാവുകയാണ്. ഒരുപക്ഷെ നിയമസഭയിലടക്കം നേരത്തെ പിണറായി വിജയൻ നേരിട്ട് വിമർശനം ഉന്നയിക്കുന്ന KK രമ അതേ ഭാഷയിൽ തന്നെയായിരുന്നു പിണറായി വിജയന് മറുപടി നൽകിയത്. ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ടത് സജിത്ത്, ആരൊക്കെയായിരുന്നു പിണറായി വിജയന്റെ അതിശക്തരായ വിമർശകർ? അവർക്ക് വലിയ പിന്തുണ ലഭിക്കുന്നു, അവരെല്ലാം വിജയിച്ചു കയറുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. KK രമയുടെ പോസ്റ്റ് തന്നെ നോക്കൂ. പിന്നിട്ട് 6 റൗണ്ടുകൾ മതി കേരളമേ ഇതുമതി, കുലംകുത്തി എന്ന് ചാപ്പയടിച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണാൻ ഒരു വാഴവട്ടക്കാലത്തിന് ശേഷം ചന്ദ്രശേഖരൻ കഴിഞ്ഞു. അതായത് പിണറായി വിജയൻ വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടു, അത് ചന്ദ്രശേഖരൻ കാണുന്നുണ്ടോ എന്ന വൈകാരികമായ പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിക്കുന്ന സാഹചര്യം. എന്തായാലും നമ്മൾ UDFന്റെ പ്രധാനപ്പെട്ട തീരുമാനം എന്തായിരിക്കുമെന്ന ഒരു എന്തായാലും മുഖ്യമന്ത്രി അവർ തീരുമാനിക്കും. വേഗത്തിൽ കാര്യങ്ങൾ നീട്ടുമെന്ന് കരുതാം. നമുക്ക് KSRTCയിലെ സൗജന്യ യാത്രാ പ്രഖ്യാപനം ആദ്യ ദിവസം തന്നെ ഉണ്ടാകുമെന്ന് കരുതാം അല്ലേ? തീർച്ചയായും. അവിടെ സജിത്ത്, എനിക്ക് കൗതുകമുണ്ടാകുന്നത് ഈ KSRTCയിൽ കുറേയൊക്കെ ഇലക്ട്രിക് ബസ്സുകളാണ്. അതിനപ്പുറത്ത് ഇനി എന്താണ്? അതായത് സംസ്ഥാനത്ത് ഈ KSRTC വനിതകൾക്ക് സൗജന്യം നൽകുമ്പോൾ ഒരു യുദ്ധകാലത്തിന്റെ പ്രതിസന്ധി നമ്മൾ നേരിടുന്നുണ്ട്. ഇതാ BJP പശ്ചിമ ബംഗാളിലും ഒക്കെ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വിജയമായി കൈകോർക്കുമോ എന്നറിയില്ല. പക്ഷേ ഈ ഇന്ധനവില പൊള്ളിക്കുമോ വരും ദിവസങ്ങളിൽ എന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത്രമേൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, അത് മാത്രമല്ല 30 കോടി രൂപ കൊടുത്തത് കൊണ്ട് KSRTC ഈ മാസം ശമ്പളം കൊടുത്തിട്ടില്ല. അതിനിടയിലാണ് ഈ തീരുമാനം വരുന്നത്. അപ്പോൾ വളരെ ചർച്ചയ്ക്ക് ഇടവയ്ക്കുന്ന, ആകാംക്ഷ ഉയർത്തുന്ന ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം വരേണ്ടതുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏതൊക്കെ പാലിക്കാൻ സാധിക്കും, അതിന് എത്ര സമയമെടുക്കും, മാത്രമല്ല പെൻഷൻ അടക്കം ഉയർത്തുമെന്നുള്ള വാഗ്ദാനം ഒക്കെ നൽകിയിട്ടുണ്ട്. പലപ്പോഴും ഈ സൗജന്യങ്ങളൊക്കെ ഒരു ആവേശത്തിന് വിളിച്ച് മുന്നോട്ട് വെക്കാമെങ്കിലും അതിൽ പക്ഷേ എത്രത്തോളം, പക്ഷേ എനിക്ക് തോന്നുന്നു സൈത്ത ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല എങ്കിൽ പിന്നീട് കോൺഗ്രസിന് ഇനി ഒരു ഭാവി ഉണ്ടാകില്ല. അതുകൊണ്ട് ഏത് വിധേനയും ഇത് നടപ്പിലാക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടാകും. പക്ഷേ അത് എത്രാമത്തെ വർഷം എന്നതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. എന്തായാലും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങൾ കേരള ജനത ഏറ്റെടുത്തു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നു 5000 പ്രണയങ്ങളുള്ള പത്തനാപുരത്തെ പ്രിയപ്പെട്ട നേതാവ് KB ഗണേഷ് കുമാറിന് എനിക്ക് തോന്നുന്നു പത്തനാപുരത്ത് അത്രയും പ്രണയിനികൾ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ആ വോട്ടെങ്കിലും, ആ പ്രണയിനികളുടെ വോട്ടെങ്കിലും പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന് ലഭിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. KB ഗണേഷ് കുമാർ ഇപ്പോഴിതാ ബഹുദൂരം പിന്നിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. KB ഗണേഷ് കുമാറിനെ പിന്നിലാക്കിയിരിക്കുന്നു. ഇതാ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ പ്രണയതാരം കൊഴിഞ്ഞു വീഴുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KB ഗണേഷ് കുമാർ പത്തനംതിട്ടയിൽ പിന്നിൽ നിൽക്കുന്നു എന്നതാണ്. ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ KSRTCയുമായി ബന്ധപ്പെട്ട കാര്യം സജിത്ത് ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗതാഗത മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം വലിയ വിവാദത്തിൽപ്പെട്ട KB ഗണേഷ് കുമാർ ഇപ്പോൾ പിന്നിൽ പോകുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പത്തനാപുരത്തെ ജനങ്ങൾക്ക് തന്നെ അറിയാം എന്നതായിരുന്നു ഗണേഷ് കുമാറിന്റെ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ആണ് ഇവിടെ തകരുന്നത്. എന്ത് തന്നെയാണെങ്കിലും വിവാദങ്ങൾ ഒതുക്കി തീർക്കാൻ ഗണേഷിന് തന്ത്രപരമായി സാധിച്ചു. അവിടെ കൗശലക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനെ നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ജനങ്ങൾ ഗണേഷ് കുമാറിന് നൽകുന്ന മറുപടി അതല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു പക്ഷേ ഗണേഷ് കുമാറിന് ഇത്രമേൽ വലിയൊരു തിരിച്ചടി അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പത്തനാപുരത്ത് ഇതാ കാലങ്ങൾക്ക് ശേഷം തോൽവി മടക്കുകയാണ് KB ഗണേഷ്. നമുക്ക് പത്തനാപുരത്ത് നിന്ന് പയ്യന്നൂർക്ക് പോകാം. പയ്യന്നൂരിൽ കാണൂ, ഇനിയും അവശേഷിക്കുന്നത് UDFന്റെ ശക്തി കേന്ദ്രങ്ങളിലെ കൗണ്ടിങ് മാത്രം. അതായത് പയ്യന്നൂരിൽ വിജയം ഉറപ്പിക്കുന്നു
വി കുഞ്ഞികൃഷ്ണൻ എന്നതാണ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ മത്സരിച്ചത് വിജയിക്കാനല്ല, മറിച്ച് ശക്തി തെളിയിക്കാനാണ് എന്ന് പറഞ്ഞു. അതായത് അദ്ദേഹത്തിന് തന്നെ വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഇത് ഈ കണി കാണുന്നത്. പയ്യന്നൂര് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാറുള്ള പയ്യന്നൂരിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം മാറുന്നു. പാർട്ടി വിമതൻ അവിടെ വിജയിച്ചു വരുന്നു. UDF ലേബൽ എന്നതാണ് സാഹചര്യം. അദ്ദേഹം ഇനി UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം കൗണ്ടിക്ക് നടക്കുമ്പോൾ ഏറെക്കുറെ വി കുഞ്ഞികൃഷ്ണൻ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. യെസ്, എന്തായാലും PJ ജോസഫിന്റെ മകൻ പാട്ടുംപാടി ജയിക്കുന്നു എന്ന് തന്നെയാണ് അബു ജോൺ ജോസഫിന്റെ പ്രചാരണങ്ങളിൽ എല്ലാം നമ്മൾ നിരവധി തവണ കേട്ടതാണ്. അദ്ദേഹം വോട്ടർമാരെയൊക്കെ പാട്ടുപാടിയാണ് കയ്യിലെടുക്കുന്നത് എന്നത് നമ്മൾ കണ്ടതാണ്. ഇടയ്ക്ക് മൈക്ക് പിണങ്ങിപ്പോയെങ്കിലും പിന്നീടും അദ്ദേഹം പലതവണയായി വേദിയിൽ വന്നുകൊണ്ട് പാട്ട് പൂർത്തീകരിച്ചതും കണ്ടതാണ്. അവിടെ ഇതാ അബു പാട്ടുംപാടി ജയിക്കുന്നു. 22,000 വോട്ടുകളുടെ മേൽക്കൈയാണ് അബുവിന് ഇപ്പോൾ തന്നെയുള്ളത്. ജോസഫിന്റെ പാതയിലൂടെ തന്നെയാണ് അബുവും സഞ്ചരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.